സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം. സാമുവേൽ അഭിഷിക്തൻ. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, യൂദയായിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ? പോകൂ. കർത്താവ് മറുപടി പറഞ്ഞു. ദാവീദ് വീണ്ടും ചോദിച്ചു, ഏത് നഗരത്തിലേക്ക് പോകേണ്ടത്? ഹെബ്രോണിലേക്ക്. അവിടെ നിന്ന് അരുളി ചെയ്തു. ദാവീദ് അങ്ങോട്ട് പോയി. ജൽസേക്കാരിയെ അഹീം, നോവാം, കൽമലേക്ക്, നബാലിൻ്റെ വിധവ അബീഗായിൽ എന്നീ 2 ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ആളുകളെയും സ്വകുടുംബത്തെയും കൊണ്ടുപോയി. അവർ ഹെബ്രോണിന് ചുറ്റുമുള്ള പട്ടണത്തിൽ പാർത്തു. യൂദയായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. യാബേഷ് ഗില്യാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലായാദിലെ ആളുകളോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രാജാവായ സാവൂളിൻ്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചല്ലോ. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ. നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ. ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ചു. യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നേറിൻ്റെ മകനും സാവൂളിൻ്റെ സൈന്യാധീനമായ അബ്നേർ സാവൂളിൻ്റെ മകൻ ഇഷ്ബാത്തിനെ മഹനീമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അബ്നേർ അവനെ ഗിലാദ്, ആഷേർ, യസ്രയേൽ, എഫ്രായിം, ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിൻ്റെ മകൻ ഇബ്ഷേബിന് 40 വയസ്സായിരുന്നു. ഇവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാഭവനം ദാവീദിനോട് ചേർന്നു. ദാവീദ് യൂദാഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ 7 വർഷവും 6 മാസവും ഭരിച്ചു. നേറിൻ്റെ മകൻ അബ്നേറും സാവൂളിൻ്റെ മകനായ ഇഷ്ബായിലിൻ്റെ ദാസന്മാരും മഹനീയാമിൽ ഗിലിയോണിൻ്റെ ലേക്ക് പോയി. സെരൂയയുടെ മകൻ യോവാബും ദാവീദിൻ്റെ ഭൃത്യന്മാരും ഗിൽബായിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി. അവർ കുളത്തിൽ ഇരുവശത്തായി ഇരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു, യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ പയറ്റി നോക്കട്ടെ. അങ്ങനെയാകട്ടെ. യോവാബ് പ്രതിവചിച്ചു. സാവൂളിൻ്റെ മകൻ ഗിലിയോണിൻ്റെ ഭാഗത്തു നിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട 12 പേർ എഴുന്നേറ്റ് ദാവീദിൻ്റെ ഭൃത്യന്മാരിൽ 12 പേരുമായി ഏറ്റുമുട്ടി. ഓരോരുത്തരും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവൻ്റെ പള്ളയിലേക്ക് വാൾ കുത്തിക്കയറ്റി. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു. അതുകൊണ്ട് ഗിൽബാനിൻ്റെ ആ സ്ഥലത്തിന് ഖത്ത് ഹസ്ബുസുനി എന്നീ പേരുണ്ടായി. യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ മുമ്പിൽ അബ്നേറും ഇസ്രായേലിനും തോറ്റുകൂടി. യോവാബ്, അബിഷായി, അസഹേൽ എന്നീ സെരൂയരുടെ 3 പുത്രന്മാരും അവിടെ ഉണ്ടായിരുന്നു. അസഹേൽ കാട്ടുമാനിനെ പോലെ ദീർഘഗാമിയായിരുന്നു. അസഹേൽ ഇടം വലമറിയാതെ അബ്നേറിനെ പിന്തുടർന്നു. അവനോട് പിറകോട്ട് തിരിഞ്ഞ് ചോദിച്ചു, ഇത് നീയോ അസഹേലേ? അത് ഞാൻ തന്നെ. അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും അടിച്ചു കൊള്ളുക. എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു. അബ്നേർ അസഹേലിനോട് പറഞ്ഞു, എന്നെ പിന്തുടരുന്ന മതിയാക്കൂ. ഞാൻ നിന്നെ എന്തിനു കൊല്ലണം? ഞാൻ നിന്നെ സഹോദരൻ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കുത്തിയില്ല. അതുകൊണ്ട് അബ്നേർ തൻ്റെ കുന്തത്തിൻ്റെ പിൻഭാഗം കൊണ്ട് അവൻ്റെ വയറിന് കുത്തി. വയറ് തുറഞ്ഞ് കുന്തം പുറത്തിയാടി. അവനങ്ങനെ തന്നെ അവിടെ കിടന്ന് മരിച്ചു. അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ യോവാബും അബീഷായും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഗിലിയോൻ മരുഭൂമിയിലേക്ക് ഉള്ള വഴിമധ്യേ കിടക്കുന്ന
ഗിലിയാദിൻ്റെ മുമ്പിൽ സ്തുതി ചെയ്യുന്ന അമ്മാനിൽ നിലയുറപ്പിച്ചു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ? അവസാനം കൈപ്പേറിയിരിക്കുമ്പോൾ നിനക്ക് അറിഞ്ഞുകൂടെ? സഹോദരന്മാരെ അനുധാവനം ചെയ്യരുത്. നിന്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ? യോവാബ് മറുപടി പറഞ്ഞു, നീ പറയാതിരുന്നെങ്കിൽ എൻ്റെ ആൾക്കാർ നാളെ രാവിലെ നിങ്ങളെ പിന്തുടരുമായിരുന്നു. ജീവനെ ഉള്ള ദൈവത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി ആളുകൾ നിന്നു. അവർ പിന്നെ ഇസ്രായേലിനെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല. അബ്നേറും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ ആ രാപ്പു വഴി നടന്ന് അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചയോടെ യാത്ര ചെയ്ത് മഹനീയമേലെത്തി. അബ്നേരിനെ പിന്തുടരുന്ന മതിയാക്കി യോവാബ് തിരിച്ചു വന്നു. അവൻ തൻ്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിൻ്റെ ഭൃത്യന്മാർ 19 പേർ കുറവുണ്ടായിരുന്നു. ദാവീദിൻ്റെ സേവകരാകട്ടെ അബ്നേറിൻ്റെ ആളുകളായ ബെന്യാമീൻ യാത്രക്കാരിൽ 360 പേരെ വധിച്ചിരുന്നു. അവർ അസഹേലിനെ ബെത്ലേഹേമിൻ്റെ തൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോനിലെത്തി. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.